എറണാകുളത്തൊരു സമ്മേളനം നടക്കുന്നു. സമ്മേളനം മറ്റൊന്നുമല്ല, ജ്ഞാനസഭ എന്നാണ് സമ്മേളനത്തിൻ്റെ പേര്. ആ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ വികാസ കേന്ദ്രം എന്ന് പറഞ്ഞ് കേരളത്തിലൊരു സംഘടനയുണ്ട്. ഒരു വലിയ ദേശീയ സംഘടനയുടെ ഭാഗമായിട്ടുള്ള സംഘടന. കേരളത്തിലെ സംഘടനയുടെ പേര് വിദ്യാഭ്യാസ വികാസ കേന്ദ്രം. അതിൻ്റെ രാജ്യത്തിലെ പേര് ശിക്ഷാ സംസ്കൃതി ഉദ്യാന്യാസം എന്നാണ് അതിൻ്റെ പേര്. അതൊരു ട്രസ്റ്റാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും പ്രത്യേകിച്ച് സർവകലാശാല വിചക്ഷണന്മാർ, VC-മാർ, IIT-ലെ പ്രൊഫസർമാർ, അങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി വന്ന് എറണാകുളത്ത് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സമ്മേളനം നടക്കുക. ഒരു ജ്ഞാനസഭ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ജ്ഞാനസഭ ഉദ്ഘാടനം ചെയ്യാൻ മോഹൻ ഭഗവത് എന്ന് പറയുന്ന സർസംഘ് ചാലകമായിട്ടുള്ള RSSൻ്റെ സർസംഘ് ചാലകനെ നാഗ്പൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ഇത് വച്ചിരിക്കുന്നത്. വലിയ വിവാദമാണ്. അതിൽ 4 VC-മാർക്ക് പങ്കെടുക്കണമെന്ന് കേരളത്തിലുള്ള 4 VC, എല്ലാ VC-മാർക്കും ക്ഷണമുണ്ട്. 4 VC-മാർ അതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കണ്ണൂർ VC സമ്മതിക്കുന്നു, കോഴിക്കോട് VC സമ്മതിക്കുന്നു, കേരള VC ചിലപ്പോൾ സംഘടിക്കും, അല്ലെങ്കിൽ പങ്കെടുക്കും. കുഫോസിൻ്റെ VC പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ സർവ്വ ഇങ്ങനെ 3-4 VC-മാർ പങ്കെടുക്കാൻ. അവർ ഇവിടുത്തെ ബിന്ദുവിനോട് ചോദിച്ചപ്പോൾ ബിന്ദു പറഞ്ഞു, ഇത് ഡോക്ടർ ബിന്ദുവിനോട് ചോദിച്ചപ്പോൾ മന്ത്രി, അതായത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സമ്മേളനം ഉണ്ടെങ്കിൽ പങ്കെടുക്കുക. കാരണം അതൊരു ദേശീയ ജ്ഞാനസഭ എന്ന് പറയുന്നത് ഒരു നോളജ് സിറ്റിംഗ് അല്ലേ. അപ്പോൾ അത് പ്രൊഫസർമാരോ ഒരുവരൊക്കെ വരുന്നില്ല, അവിടെ പോയി ഇരിക്കുക, അവിടെ പോയിരുന്ന കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. പക്ഷേ ഇത് RSSൻ്റെ പരിപാടിയാണെന്നും അവിടെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സംഘീവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വേണ്ട ബഹളമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് EMS ആണ് നമുക്ക് മാതൃകയാകേണ്ടത്. EMSനോട് ഈ കാര്യം നിരവധി തവണ സഹാക്കൾ ചോദിച്ചിട്ടുള്ളതാണ്. 1 തവണ, 2 തവണ, 10 തവണയല്ല, നിരവധി തവണ EMSനോട് ചോദിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെ വേദിയിൽ കമ്മ്യൂണിസ്റ്റുകാരന് പോകാം, മാർക്സിസ്റ്റുകാരന് പോകാം, എവിടെ പൊക്കൂടാ. അപ്പോൾ EMS പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേദിയിൽ നിങ്ങൾ പോകണം. പക്ഷെ പോയാൽ അവിടെ പറയേണ്ടത് നിങ്ങൾ മാർക്സിയൻ സിദ്ധാന്തങ്ങൾ, മാർക്സിയൻ കാഴ്ചപ്പാടിൽ വേണം. അവിടെ കേൾക്കുന്നതിനനുസരിച്ച് എങ്കാടപ്പ 16 എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് തുള്ളാതെ, അവിടെ എന്ത് കേൾക്കുന്ന ഒപ്പിച്ച് പറഞ്ഞു പോകാതെ, ഈ വാക്കാണ് ഉപയോഗിച്ചത് അദ്ദേഹം, ഒപ്പിച്ച് പറഞ്ഞു പോകാതെ അവിടെ എന്താണോ പറയുന്നതെന്ന് നോക്കി അതിൽ മാർക്സിയൻ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് പാർട്ടി നിലപാടുകളും മാർക്സിയൻ കാഴ്ചപ്പാടും പറഞ്ഞാൽ മതി, എവിടെ വേണോ പോകാം. അതുകൊണ്ട് RSSകാർ വിളിക്കുന്ന വേദിയായാലും CPM-ൻ്റെ പഠന കോൺഗ്രസ് ഇവിടെ നടക്കും. എത്രയോ കോൺഗ്രസ്സുകാർ അതിൽ പങ്കെടുക്കുന്നു, എത്രയോ BJP-യുടെ ആഭിമുഖ്യമുള്ള പ്രൊഫസർമാരും ആളുകളും പങ്കെടുക്കുന്നു. തിരിച്ച് കോൺഗ്രസ് ഇവിടെ സമ്മേളനം നടത്തിയിട്ടുണ്ട്, പഠന കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ച്. എത്രയോ ആളുകൾ പങ്കെടുക്കുന്നു. അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്നു, എത്രയോ ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നു. അപ്പോൾ ഇതൊരു അക്കാഡമിക് സെക്ഷൻ ആണെങ്കിൽ അവിടെ പോവുകയും അഭിപ്രായം പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യട്ടെ. അങ്ങനെ ശത്രുവാണെങ്കിൽ ശത്രുവിനെയും കൂടി മിത്രമാക്കുമ്പോഴല്ലേ, മാറ്റുമ്പോഴല്ലേ കാര്യങ്ങൾ പൂർത്തിയാവുന്നത്. പക്ഷേ ഇവിടെ RSSൻ്റെ സർസംഘചാലക് വരുന്നു, അല്ലെങ്കിൽ മോഹൻ ഭഗവത് വരുന്നു. അതുകൊണ്ട് ഇതിൽ പോകാൻ പാടില്ല. പേരിട്ടിരിക്കുന്ന ജ്ഞാനസഭ എന്നാണ്. നോളജ് സഭ എന്നിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെ നോളജ് സമ്മിറ്റ് എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി. ജ്ഞാനസഭ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സംസ്കൃതം ഉണ്ടോ, മലയാളം ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം, പിന്നെ അതിനകത്തൊരു സംഖ്യയുണ്ടോ, ചാണകമുണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു അന്വേഷണം. എന്തൊരു നാടാണിത്? സമ്മേളനം നടക്കട്ടെ, താല്പര്യമുള്ള പ്രൊഫസർമാർ പോട്ടെ, അവർ വന്നിരുന്ന് ചർച്ച ചെയ്യട്ടെ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചും രാജ്യം ഇനി എങ്ങനെയാണ് 2047 100-ാം വർഷത്തിലേക്ക് പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെയല്ലേ ചർച്ച ചെയ്യുന്നത്. ചർച്ച നടക്കട്ടെന്നേ. അപ്പോൾ എറണാകുളത്ത് അങ്ങനെ 27-ാം തീയതിയാണെന്ന് തോന്നുന്നു, ആഗസ്റ്റ് 27-ാം തീയതി ഉച്ചയ്ക്ക്, അതേ ഈ മാസമാണ്, 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സെക്ഷനിലേക്കാണ് ഈ കേരളത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട്, അവർ പോട്ടെ, ചർച്ച നന്നായി നടക്കട്ടെ. മോഹൻ ഭഗവത് വന്ന് അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ. ആരെ ഉദ്ഘാടനം ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുമോ? സംഘാടകരെ വിളിക്കുന്ന ഇഷ്ടമുള്ളവരെ വെച്ച് ഉദ്ഘാടനം ചെയ്യും. പക്ഷേ സെഷനുകളിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അതുകൊണ്ട് ജ്ഞാനസഭയുടെ പേരിൽ ഒരു വിവാദത്തിൻ്റെ ആവശ്യമില്ല. നമ്മളെ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നോൺ വെജ് വെജ് കിട്ടിയാലും മതി, അത് വച്ച് തട്ടുക, അടിക്കുക എന്നുള്ളതാണ്. അതിന് വേറെ കാര്യമൊന്നുമില്ല. തട്ടുദോശ അടിക്കും പോലെ ഒരു 2 ദിവസത്തേക്കുള്ള ന്യൂസ് അടിക്കുന്നു എന്നുള്ളതാണ്. ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ജ്ഞാനസഭ നടക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും.